അഖിലാത്മനാഥനല്ലയോ അഖിലലോകേശ്വരനല്ലയോ അഖിലാത്മാക്കൾക്കറിവായി വാഴും അഖിലലോകേശ്വരനല്ലയോ ആശ്രിതവത്സലനല്ലയോ എൻ്റെ ശ്വാസരൂപനല്ലയോ ആശ്രിതവത്സലനല്ലയോ എൻ്റെ ആശ്വാസരൂപനല്ലയോ ആനന്ദവല്ലഭനല്ലയോ എൻ്റെ ആത്മാവിൽ വാഴുകയില്ലയോ ആനന്ദവല്ലഭനല്ലയോ എൻ്റെ ആത്മാവിൽ വാഴുകയില്ലയോ അഖിലാത്മനാഥനല്ലയോ അഖിലലോകേശ്വരനല്ലയോ അഖിലാത്മാക്കൾക്കറിവായി വാഴും അഖിലലോകേശ്വരനല്ലയോ ഇഹ പരലോകത്തിൻ്റെയുടയവനായി ഈ കാണും ദൃഷ്ടിയിൽ വാഴുന്നു നീ ഇഹ പരലോകത്തിൻ്റെയുടയവനായി ഈ കാണും സൃഷ്ടിയിൽ വാഴുന്നു നീ കളങ്കമില്ലാത്ത ഹൃദയത്തിൽ വാഴാൻ കളങ്കമില്ലാത്ത ഹൃദയത്തിൽ വാഴാൻ കളങ്കമറ്ററിവല്ലോ അവതാരമായി
വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ. ആത്മബോധോദയ സംഘസ്ഥാപകൻ നടത്തട്ടെ. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ. ആത്മബോധോദയ സംഘസ്ഥാപകൻ നടത്തട്ടെ. സർവദോഷം തീരട്ടെ, സർവശാന്തി നൽകട്ടെ. സർവദോഷം തീരട്ടെ, സർവശാന്തി നൽകട്ടെ. ശാന്തിയായി ഗുരുദേവൻ ദീർഘകാലം വാഴട്ടെ. സർവദോഷം തീരട്ടെ, സർവശാന്തി നൽകട്ടെ. ശാന്തിയായി ഗുരുദേവൻ ദീർഘകാലം വാഴട്ടെ. ഉന്നതമായ നമ്മുടെ 12 വെള്ളിയാഴ്ചയുടെ 10 വെള്ളിയാഴ്ചകൾ കഴിഞ്ഞ് വന്ന ഞായറാഴ്ചയാണ്. വ്രതാരംഭ സമയത്ത് ഞാൻ അറിയിച്ചു, നമ്മൾ ഒരു പടി കയറുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ഒരു അനുഭവം ഉണ്ടാവണം. ഓരോ വെള്ളിയാഴ്ചകൾ കഴിയുന്തോറും അതിൻ്റെ ഒരു ഔന്നത്യം ഓരോ ഹൃദയങ്ങളിലും അനുഭവപ്പെടണം. അല്ലാതെ ഇടയ്ക്ക് വെച്ച് അവിടെ നിന്ന് പാളിപ്പോകാൻ പാടില്ല, തെറ്റിപ്പോകാൻ പാടില്ല, സൂക്ഷ്മതക്കുറവുണ്ടാവാൻ പാടില്ല. അതിന് പ്രകാരം പരിപൂർണ ശ്രദ്ധയോടുകൂടി വ്രതമനുഷ്ഠിച്ച ഹൃദയങ്ങൾക്കെല്ലാം അതിൻ്റേതായ ഒരു അനുഭൂതിയിലാണ് ഈ സമയം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഇതിനുള്ളിലിരുന്ന് അല്ലെങ്കിൽ ഈ ആശ്രമ സന്നിധാനത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ആരാധനയിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർ മാത്രമല്ല, എവിടെയെല്ലാം നമ്മുടെ സന്താനങ്ങൾ വ്രതമെടുക്കുന്നു അവരുടെ എല്ലാം ഹൃദയത്തിൻ്റെ അവസ്ഥ അതുതന്നെയാണ്. കാരണം ഇത് ആനന്ദത്തിലേക്ക് ആത്മലോകത്തെ എത്തിക്കുവാൻ വേണ്ടിയാണ് ഉന്നതമായ നിയമങ്ങളെല്ലാം ഈശ്വരൻ പ്രദാനം ചെയ്തിരിക്കുന്നത്. അപ്രകാരം ഒരു നിയമത്തെ സ്ഥാപിച്ച് ഈ വിധത്തിൽ ആത്മലോകത്തിലേക്ക് അവതരിപ്പിച്ച് അനുഷ്ഠിപ്പിച്ച് ഉന്നതമായ പരമഭാഗ്യത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹാശക്തിയെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. വരുന്ന വെള്ളിയാഴ്ചയും പരിപൂർണമായ ശ്രദ്ധയോടെ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് അത് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച മുതൽ നമ്മൾ തീർത്ഥാടനം ആരംഭിക്കുകയാണ്. 22-ാം തീയതി തിങ്കളാഴ്ച മുതൽ 28-ാം തീയതി ഞായറാഴ്ച വരെ 7 ദിവസങ്ങളിലായി നമ്മുടെ തീർത്ഥാടനം നടത്തപ്പെടും. അപ്പോൾ ഇരുമുടിക്കെട്ടുകളുമേന്തി വന്നു ചേരുന്ന എല്ലാ ഹൃദയങ്ങളും ആ പരിപൂർണ പരിശുദ്ധിയോടുകൂടി വന്നു ചേരുവാൻ തക്കവിധം ഈശ്വരൻ എല്ലാം ഒരുക്കി നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. ഉള്ളും പുറവുമായ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഈശ്വരൻ്റെ കാരുണ്യത്തിൽ കൂടി ഒരുക്കി നിങ്ങൾക്കായി എത്തിച്ച് ദാനം ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ ഈ ഞായറാഴ്ച ആരാധനയിൽ നമ്മൾ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പൂരം പക്കനാളും ഈ 10ാമത് വെള്ളിയാഴ്ചയും എല്ലാം ചേർന്ന് വന്ന ഒരാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ ആത്മീയ കാര്യങ്ങൾക്ക് നമ്മുടെ ഭക്തജനങ്ങൾക്കുണ്ടായിരുന്നിരിക്കണം. അതിൻ്റേതായ എല്ലാ സുഖ സൗഭാഗ്യങ്ങളും ഈ ആരാധനയിൽ കൂടി ഈശ്വരൻ നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. ഉന്നതമാകുന്ന ഈ ആരാധനയിൽ കൂടി നടത്തപ്പെടുന്ന സ്ഥൂലാവസ്ഥയിലും സൂക്ഷ്മാവസ്ഥയിലുമുള്ള അതിൻ്റെ കാര്യപരിപാടികൾ അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നന്നായി നമ്മൾ ഒരുങ്ങിയെങ്കിലേ പറ്റുകയുള്ളൂ. സ്ഥൂലാവസ്ഥയിൽ നടക്കുന്ന അടുക്കും ചിട്ടയുമായിട്ടുള്ളതിൻ്റെ കാര്യങ്ങളെ കാണുമ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാക്കാം, ഒരു അച്ചടക്ക സ്വഭാവമുള്ളവരാണ്,
പിന്നെ ഇവിടെ പല ആളുകളും വന്ന് പറയാറുണ്ട്, ഇത്രയും സമയം ഒരാൾ പോലും എഴുന്നേറ്റ് പോകാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് വളരെ അത്ഭുതമാണ് എന്ന് പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മാസം മുമ്പ് ഒരു പുതിയ ആൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആരാധനയ്ക്ക് പങ്കെടുത്തിട്ട് എന്ത് തോന്നി, എങ്ങനെ തോന്നി? അപ്പോൾ വളരെ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതാണ്, ഇത്രയും സമയം അച്ചടക്കബോധത്തോടുകൂടി ഇത്രയും സന്താനങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമായിട്ടും പുതിയൊരു അനുഭവമായിട്ടും അദ്ദേഹത്തിന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ അറിവുള്ളവർ ആ വിധത്തിൽ അതിൻ്റെ ബാഹ്യാവസ്ഥയെ കണ്ടാൽ പോലും അതിൻ്റേതായ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ആന്തരികമായ ഇതിനൊരു വ്യവസ്ഥയുണ്ട്, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ ഒരു ആരാധനയ്ക്ക് വന്നു, അത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ആരാധനയ്ക്ക് വരാനുള്ള ആർത്തി ഉണ്ടാവുന്നത് ആ ആന്തരികമായ ബന്ധമുണ്ടാവുന്നതുകൊണ്ടാണ്. ആത്മബന്ധം ഇതൊരാത്മബന്ധം, പരമാത്മാവുമായുള്ള ആത്മബന്ധം. ഏക പിതാവാണ് പരമാത്മാവ്. ബാക്കി ഒരുപാട് ലക്ഷക്കണക്കിന് പിതാക്കന്മാരുണ്ട്. കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് പിതാക്കന്മാരായവരുണ്ട്. ചില സഭാ നേതാക്കന്മാരെ പിതാക്കന്മാരെന്ന് വിളിക്കാറുണ്ട്. ത്രിമൂർത്തികളെയും അപ്പനെന്ന് വിളിക്കാറുണ്ട്. ഇങ്ങനെ പിതാവെന്ന് പറയുന്ന അവസ്ഥയിൽ അനേകം പിതാക്കന്മാരുണ്ടെങ്കിലും ഏകപിതാവെന്ന് പറയുന്ന ആരാണ്? സാക്ഷാൽ ജഗത്തിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന പരബ്രഹ്മസ്വരൂപമാണ്. ആ പരബ്രഹ്മസ്വരൂപം ഉദയമായി നിന്നുകൊണ്ട് തൻ്റെ സന്താനങ്ങളെ ചേർത്ത് കോർത്ത് തന്നിലേക്ക് ബന്ധിക്കുവാൻ വേണ്ടി നടത്തുന്ന ഈ ആരാധനയിൽ ഹൃദയം തുറന്ന് ആര് ബന്ധപ്പെടുന്നു അവർക്ക് ഒരു പ്രത്യേക അനുഭൂതി വിശേഷം ഉണ്ടാവുകയും കൂടുതൽ ഒരു ബന്ധം, കൂടുതൽ സുഖം, ഇതെല്ലാം അനുഭവമാവുകയും ചെയ്യും. ഈ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമുള്ളവരെന്ന് കൈ ഉയർത്തിക്കണ്ട, കൈ അടിച്ചു കേട്ട. ആത്മബന്ധം ഇതൊരാത്മബന്ധം, പരമാത്മാവുമായുള്ള ആത്മബന്ധം. ആത്മബന്ധം ഇതൊരാത്മബന്ധം, പരമാത്മാവുമായുള്ള ആത്മബന്ധം. ബന്ധത്തിൽ ചേർന്ന് ജീവിക്കുവാൻ ഈശ്വരൻ നമുക്ക് പരമഭാഗ്യം തന്നിരിക്കുന്നു. ഇത് നഷ്ടമാകാതിരിക്കുവാൻ എപ്പോഴും പരിശുദ്ധരായി ജീവിതം ചെയ്യുക. നമ്മളെപ്പോഴും പരിശുദ്ധരായിരിക്കുവാൻ വേണ്ടിയാണ് ഈ വ്രതങ്ങളെല്ലാം തന്നിരിക്കുന്നത്. 12 വെള്ളിയാഴ്ച മാത്രമല്ല, 4 നാൾ ആചാരം, 3 നാൾ വിശുദ്ധ വ്രതം, താരാസ്ഥിതി വ്രതം, കർത്തവാവ്രതം, ജന്മനക്ഷത്രത്തിൻ്റെ പ്രത്യേക വ്രതങ്ങൾ എന്ന് വേണ്ട അങ്ങനെ അനേകം വ്രതങ്ങൾ തന്നിട്ടുണ്ട്. ഓരോന്നും എന്തിനു വേണ്ടിയാണ്? ആത്മപരിശുദ്ധി വർദ്ധിച്ച് ആത്മനാഥനുമായുള്ള ബന്ധമുണ്ടാകുവാൻ വേണ്ടിയാണ്, ആ ബന്ധം നിലനിൽക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ ആത്മബന്ധം നിലനിർത്തി ആത്മാനന്ദത്തിൽ ജീവിക്കുവാൻ ആത്മനാഥൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആരാധനയിൽ കൂടി സർവദോഷങ്ങളും തീർത്ത് നിങ്ങളെല്ലാം ആനന്ദിപ്പിക്കുമാറാകട്ടെ. പരമാനന്ദ പരഹൃദയേ വാഴും പരമാത്മാ പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ വാഴും പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ
പാലാഴിവാസൻ, പരമാനന്ദൻ, പരഹൃദയ ജ്ഞാനി, പരഹൃദയവാസി, അഖിലാത്മാക്കൾക്ക് അധിപതി, ആനന്ദരൂപൻ ഇതാ ലോകത്തിൽ വന്ന് വാഴുന്നു. എവിടെയാണ് പാലാഴി? എവിടെയാണ് പാലാഴി? പരിശുദ്ധ ഹൃദയമാണ് പാലാഴി. എങ്ങനെയാണ് ഹൃദയം പരിശുദ്ധമാകുന്നത്? പരമഗുരുവിൽ നിന്നുദ്ഭൂതമായി വന്ന പരിശുദ്ധ ജ്ഞാനത്തെ കൊണ്ട് നിറയപ്പെടുമ്പോഴാണ് ഹൃദയം പരിശുദ്ധമാകുന്നത്. ആ ജ്ഞാനം അങ്ങനെ വന്ന് നിറയണം. എങ്ങനെയാ അത് നിറയുക? നിരന്തരമായ സൽക്കർമ്മങ്ങളിലൂടെ ഉണ്ടാകുന്ന അനുഭവജ്ഞാനം ആത്മാവിൽ വന്ന് നിറയുമ്പോഴാണ് ഗുരുവിന്റെ ജ്ഞാനം ആത്മാവിന്റെ രൂപമായി മാറുന്നത്. നിരന്തരമായ സൽക്കർമ്മഫലമായി ആത്മാവിൽ വന്ന് നിറയുന്ന അനുഭവജ്ഞാനങ്ങളുടെ ഫലമായിട്ടാണ് ഗുരുവിന്റെ ജ്ഞാനം ആത്മാവിൽ വന്ന് നിറയുന്നത്. സദ്ഗുരുവിന്റെ രൂപം അവിടെയാണ് കാണുന്നത്. പാലാഴിവാസൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അല്ലാതെ കലാകാരന്മാർ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ പാലുകൊണ്ടുണ്ടാക്കിയ ഒരു സമുദ്രത്തിൽ അനന്തന്റെ പുറത്തിങ്ങനെ ശയിക്കുന്ന രൂപമല്ല. കാണേണ്ടതുപോലെ കാണണം. കാണേണ്ടതുപോലെ കാണണമെങ്കിൽ എന്ത് വേണം? അറിയേണ്ടതുപോലെ അറിയണം. അറിയേണ്ടതറിയുവാൻ അഖിലേശ കനിയണേ. അറിയേണ്ട പൂർണ്ണരൂപ ഗുരുവരേ. ലോകം മുഴുവൻ നെട്ടോട്ടം ഓടുന്നത് അറിവ് സമ്പാദിക്കുവാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾ വലിയ അറിവ് നേടാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ആ അറിവ് ഒന്നും അറിവല്ല. അറിയേണ്ട അറിവ് എന്താണ്? അത് അവനവനെ കുറിച്ച് അറിയുന്ന അറിവാണ്. അവനവനെ അറിയുന്ന അറിവല്ലോ. അവനവനെ അറിയുന്ന അറിവിനാണ് ആത്മബോധം എന്ന് പറയുന്നത്. ആ ആത്മബോധം ആത്മാവിലെത്തിയാൽ അപ്പോഴാണ് ഉൾക്കാഴ്ച ഉണ്ടാകുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകവും നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ സ്വത്തും സൗഭാഗ്യവും സ്ഥാനമാനങ്ങളും ഇതെല്ലാം എന്താണെന്ന് അപ്പോഴാണ് തിരിച്ചറിവുണ്ടാകുന്നത്. ഓ നശ്വരമായതിൽ നിശ്ചല മാനസരാ നിത്യാനന്ദം നിത്യാനന്ദം സത്യവാദിൽ ക്ഷണഭംഗുരമാണ്, നശ്വരമാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നത് ഈ ആത്മബോധം ഉണ്ടാകുമ്പോഴാണ്. അതുവരെ കേട്ട് കേട്ട് പലരും പറയുമോ ഇത് ഇന്ന് നാളെയൊക്കെ അങ്ങ് നശിച്ചു പോകുന്നതാണ്. ഒരു മനുഷ്യന്റെ ആയുസ് ഇത്രയേ ഉള്ളൂ, അതിനിപ്പുറത്തൊക്കെ ആരായാലും പോകും. ഇതെല്ലാം എല്ലാവർക്കും അറിയാം. പലരോടും പലരും പകർത്ത് പറയുകയും ചെയ്യും. പക്ഷേ യഥാർത്ഥമായ ആ അറിവ് അവനവന്റെ ആത്മാവിൽ ആവിർഭവിച്ചില്ലെങ്കിൽ
ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു നാശം കാണുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകും. ഇതിന്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നാശം കാണുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. മരണം കാണുമ്പോൾ ദുഃഖം ഉണ്ടാകും. മരണം കാണുമ്പോൾ ദുഃഖം, വെള്ളപ്പൊക്കം കാണുമ്പോൾ ദുഃഖം ഉണ്ടാകും. വെള്ളപ്പൊക്കം കാണുമ്പോൾ ദുഃഖം, കോവിഡ് മഹാമാരി വന്നപ്പോൾ ദുഃഖിച്ചു. കോവിഡ് മഹാമാരി വന്നപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് ദുഃഖിക്കും. ഇതുപോലെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അവിടെ നിന്ന് താഴോട്ട് വീണ്ടും ചിന്തിച്ചാൽ അവരവരുടെ വീട്ടിൽ വളർത്തുന്ന അവിടെ നിന്ന് താഴോട്ട് ചിന്തിച്ചാൽ അവരവരുടെ വീട്ടിൽ വളർത്തുന്ന ചെറിയ സസ്യാദികൾ പോലും നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ കഠിന ദുഃഖത്തിലാവുന്നവരുണ്ട്. സസ്യാദികൾ പോലും നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ കഠിന ദുഃഖത്തിലാവുന്നവരുണ്ട്. കാരണം അതിനോടൊരു സ്നേഹബന്ധം പുലർത്തി വന്നിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന കാരണം. അതിനോടൊരു സ്നേഹബന്ധം പുലർത്തി വന്നിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ സ്നേഹബന്ധം ആവശ്യമാണെന്നുള്ളത് സത്യമാണ്. ആ സ്നേഹബന്ധം ആവശ്യമാണെന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് നശിക്കുന്നതാണെന്നും ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടുന്നതാണെന്നുള്ള ബോധത്തോടു കൂടിയേ എന്തിനേയും സ്നേഹിക്കാവൂ. അത് അന്യോന്യം സ്നേഹിക്കുന്നു, അങ്ങനെ തന്നെ ആയിരിക്കണം. ബാഹ്യാവസ്ഥയിലുള്ള സ്നേഹം അത്രേ ആകാവൂ. എന്നാൽ ആന്തരികമായ ഒരു സ്നേഹം അതുണ്ടാവണമെങ്കിൽ ഉണ്ടാവേണ്ട കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഉണ്ടാവേണ്ടത്? അവനവനെ അറിയുന്നറിവല്ലോ അനുഭവജ്ഞാനം ആത്മാവിൽ വർദ്ധിക്കണം. അപ്പോ ഒരു ജന്മം കൊണ്ട് ഈ അനുഭവജ്ഞാനം മുഴുവൻ എങ്ങനെ നേടിയെടുക്കാൻ കഴിയും? സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ഈ പറയുന്നതൊക്കെ കള്ളമാണോ? അപ്പൊ നമുക്ക് പ്രത്യാശ തരുന്നത് വെറുതെയാണോ? ഒരിക്കലുമല്ല. സർവാനുഭവങ്ങളും നിറഞ്ഞു വാഴുന്ന സർവജ്ഞാനമാകുന്ന പരമഗുരു സമ്പൂർണാവതാരമായി വന്ന് തന്റെ തിരുഹൃദയം തുറന്ന് സർവജ്ഞാനത്തെയാണ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കലിയുഗ അവതാരമാണ്. കലിയുഗ അവതാരം എത്രയാനന്ദം. ആത്മാവായി വാഴുന്ന മനുഷ്യജന്മം ഈ ഗുരുവിന്റെ മുൻപിൽ എത്തിക്കഴിയുമ്പോൾ ആ സൽപ്രകാശം ഒന്ന് പതിച്ചാൽ മതി, ജ്ഞാനം അങ്ങ് തെളിഞ്ഞു തുടങ്ങും. അത് ഒന്ന് പതിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. അതെന്താ സാഹചര്യം? ആദരസമന്വിതം ഈ അറിവുകളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. വിശ്വാസിക്കാശ്വാസം എന്നും കാണാം, ആശ്വാസത്തിൽ കൂടി ആനന്ദിക്കാം. വിശ്വാസിക്കാശ്വാസം എന്നും കാണാം, ആശ്വാസത്തിൽ കൂടി ആനന്ദിക്കാം.
ചെറിയ കാര്യമല്ല. വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ആ വിശ്വാസത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അനേകം കാര്യങ്ങൾ ഗുരു തന്നെ പ്രവർത്തിക്കും. വിശ്വാസത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അനേക കാര്യങ്ങൾ ഗുരു തന്നെ പ്രവർത്തിക്കും. അതിന്റെ ആന്തരികമായ വ്യവസ്ഥകളെ അറിവോടുകൂടി ചിന്തിച്ച് അനുഭവിക്കുന്നവർക്ക് മാത്രമേ വിശ്വാസത്തിൽ അടിയുറപ്പിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അതൊരു പ്രത്യേക ഒരു സാഹചര്യമാണത്. അത് നിസ്സാരമായി പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ജന്മജന്മാന്തരമായുള്ള കടമിടപാടുകളൊക്കെ മാറി ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് ആത്മാവ് എത്തിച്ചേരുമ്പോഴേ ഇതിന്റെ പരിപൂർണാവസ്ഥയെ അറിഞ്ഞ് ആരാധിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പക്ഷെ അതുവരെ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുകയില്ലല്ലോ. നിരന്തരമായി ഇതിലൊക്കെ ബന്ധപ്പെടുക. ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വന്ന് തറയ്ക്കും. അങ്ങനെ തറച്ച് ഇതിന് വിടവുകൾ ഉണ്ടാവും. ആ വിടവുകളിൽ കൂടി അല്പാൽപ്പം ഇത് അകത്തേക്ക് പ്രവേശിക്കും. അങ്ങനെ പ്രവേശിച്ച് വരുമ്പോ ഈ മല പോലിരിക്കുന്ന മായ അങ്ങനെ പാടെ ഇളകി അങ്ങ് മറിഞ്ഞു പോകും. അപ്പൊ ആ മാനസം അങ്ങ് ശുദ്ധമാവുകയാണ്. അപ്പോ ഹൃദയം നേരിട്ട് കാണുവാൻ തക്ക വിധത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പോഴാണ് യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് എത്തുന്നത്. അതുവരെ വിശ്വാസിയാണെന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അന്ധചൈതന്യ തിളക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, പിന്നെ വിശ്വാസം എന്നതൊരു കർമ്മമല്ല. അത് അവനവന്റെ രൂപമായി മാറുകയാണ്, അഥവാ സ്വഭാവമായി മാറുകയാണ്. വിശ്വസിക്കുക എന്നതൊരു സ്വഭാവമായി മാറും. അങ്ങനെ ആയിത്തീരുമ്പോൾ ആത്മബോധം എന്ന നിത്യസത്യത്തെ ആത്മാവ് കൊണ്ട് അറിഞ്ഞ് ആത്മാവ് ശുഭാനന്ദ രൂപത്തെ കാണുന്നത്. അപ്പോ അറിയേണ്ടതുപോലെ അറിഞ്ഞ്, ആചരിക്കേണ്ടതുപോലെ ആചരിച്ച്, ഗുരുരൂപത്തെ അകതാൽ വരുത്തി വെച്ച് ആനന്ദിക്കുവാനും വിശ്വസിക്കുവാനും ആത്മനാഥൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ സന്ദർഭത്തെ നഷ്ടമാക്കി കളയല്ലേ മനുജന്മമെടുത്തവർ. നഷ്ടമാക്കി കളയല്ലേ മനുജന്മമെടുത്തവർ. സമ്പൂർണമായ അവതാരം ഇവിടെ മാത്രമോ. സമ്പൂർണമായ അവതാരം
തിരുഹൃദയനാകുന്ന സദ്ഗുരുനാഥൻ തന്റെ ഹൃദയം തുറന്ന് അനുഭവജ്ഞാനങ്ങളെ ദാനം ചെയ്യുമ്പോൾ തിരുഹൃദയം തുറന്ന് അനുഭവജ്ഞാനങ്ങളെ ദാനം ചെയ്യുമ്പോൾ മനുഷ്യാത്മാക്കളിലുള്ള സർവമാലിന്യങ്ങളും കഴുകിക്കളഞ്ഞ് മനുഷ്യാത്മാക്കളിലുള്ള സർവ്വമാലിന്യങ്ങളും കഴുകിക്കളഞ്ഞ് അനേക യുഗങ്ങൾ കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന അനുഭവജ്ഞാനം ആത്മാവിലേക്ക് നിറയപ്പെടുകയാണ്. അനേക യുഗങ്ങൾ കൊണ്ട് നേടിയെടുക്കേണ്ട അനുഭവജ്ഞാനം ആത്മാക്കളിൽ നിറയുകയാണ്. അങ്ങനെയാണ് കലിയുഗത്തിൽ മോക്ഷം കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കലിയുഗത്തിൽ മോക്ഷം കൊടുക്കുവാൻ പോകാൻ തീരുമാനിച്ചത്. പക്ഷേ അതിനൊരു വഴി ശാന്തമായി ചിന്തിച്ച് ആദരസമന്വിതനെ സ്വീകരിച്ച് യാതൊരു പിഴകളും കൂടാതെ ജീവിതം ചെയ്തു പോയാൽ മാത്രം മതി. ആ സത്യത്തിൽ നിന്ന് തെറ്റരുത്, നിയമത്തെ ഉപേക്ഷിക്കരുത്. ആ അപ്പോൾ ഉന്നതനാകുന്ന സത്യരൂപൻ നിങ്ങളുടെ ഉൾക്കാമ്പിൽ കടന്ന് ആനന്ദിച്ചുകൊള്ളും. അങ്ങനെ ഉന്നതമായ ഒരു അവസ്ഥ ആത്മാവിൽ നിലനിർത്തിക്കൊണ്ട് ഈ ആനന്ദം അനുഭവിച്ച് ഗുരുവിനോട് പരിപൂർണ ബന്ധവും സ്നേഹവും ഉള്ളവരായി തീരുവാൻ ഈശ്വരൻ അനുവദിച്ചിരിക്കുന്ന ഈ മഹാഭാഗ്യം നഷ്ടമാക്കരുത് എന്നാണ് ഞാൻ അറിയിക്കുന്നത്. കാരണം ലോകത്തിൽ ഈ ക്ഷണഭംഗുരമായ ഈ ലോകത്തിൽ പല വിധത്തിലുള്ള വിഭ്രമ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടാവും. ആ അതൊക്കെ കാണുമ്പോൾ അതിനോടൊക്കെ ഒരു മമതയും സ്നേഹവും ബന്ധവും ഒക്കെ തോന്നിക്കും. ഇല്ല, ഒന്നുമില്ല, അതിന് യാതൊരു ഉപാധികളുമില്ലാതെ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വസ്തുവാണ്. ആ ഒരാളിനോട് കാണുമ്പോൾ അതങ്ങനെ തോന്നിക്കും, വേറൊരാളിനോട് കാണുമ്പോൾ വേറൊരു വിധത്തിൽ തോന്നിക്കും. ഇങ്ങനെയാണ് ഈ മായക്കാഴ്ചകളുടെ ഒരു പ്രത്യേകത. പക്ഷെ ഇതിനകത്ത് നമ്മൾ വിഭ്രമിച്ചു പോയാൽ ആ നമ്മുടെ സ്വന്തം ജന്മവും കർമ്മവും എല്ലാം നഷ്ടമായി പോകും. ഒരു നിലക്കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് സ്വന്തം രൂപം നോക്കി ആസ്വദിക്കുന്ന ഒരു മനുഷ്യൻ ആ അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ ഇതങ്ങ് പോകുന്നതാണെന്നുള്ള സത്യം ഓർക്കുന്നുണ്ടോ? അപ്പൊ മനോഹരമായിട്ട് അത് കാണുകയാണ്. ആ കണ്ണാടിയെ വലിയ വിലയുള്ളതായി ചിന്തിക്കുകയാണ്. ആ നമ്മുടെ വലിയ പ്രമാണിമാരെയൊക്കെ കീഴടക്കിയത് ഈ കണ്ണാടി കൊടുത്തിട്ടാണെന്നൊരു ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. പണ്ട് ബുദ്ധിമാന്മാർ വന്നിട്ട് നാട്ടുരാജാക്കന്മാരെയൊക്കെ പറ്റിച്ചത് ഈ കണ്ണാടി ദാനം കൊടുത്തിട്ടായിരുന്നു. ഇത് കൊടുത്ത് അവരെ അങ്ങ് ഭ്രമിപ്പിക്കും. ഇത് ഇവര് കണ്ട അവരുടെ മുഖമൊക്കെ കണ്ട് അവരങ്ങ് സന്തോഷിച്ചിട്ട് ഇവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും. അപ്പൊ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നൊക്കെ അവരങ്ങ് തട്ടിക്കൊണ്ടു പോവുകയാണ്. എന്താ കാരണം? ഈ മായാബന്ധം മോഹം ഉണ്ടായതാണ് കാരണം. അപ്പൊ അത് വലിയ കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ്. പണ്ട് അറിവുള്ളവർ കണ്ണാടിയൊക്കെ നിലവിൽ വന്നതിന് ശേഷം അറിവുള്ളവർ പറയുമായിരുന്നു കൂടുതൽ സമയം കണ്ണാടിയുടെ മുമ്പിൽ ചെലവഴിക്കുന്ന അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് രാത്രികാലത്ത് കണ്ണാടി നോക്കരുത്, ശത്രുക്കൾ കൂടുമെന്ന് പറയുമായിരുന്നു. അറിവുള്ളവർ പണ്ട് പറയുന്ന കാര്യമാണ് ഇതൊക്കെ. അന്ന് ഇതൊന്നും വേണ്ട വിധത്തിൽ ആരും ശ്രദ്ധിച്ചില്ല, അതിനെ പരിപാലിച്ചു മുന്നോട്ട് പോയില്ല. ഇപ്പൊ കണ്ണാടിയില്ലാത്തൊരു ജീവിതം ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി പലരുടെയും കയ്യിൽ കൊണ്ടു കിടക്കുന്ന പേഴ്സിലും ബാഗിലും ഒക്കെ ഈ സാധനം ഒരു ചെറുതെങ്കിലും കാണും. കണ്ണാടി ഉള്ള പേഴ്സ് നോക്കി വാങ്ങിക്കുന്നവർ വരെ ഉണ്ട്. അപ്പൊ അതിങ്ങനെ എടുത്ത് പോകുന്ന പോക്കിൽ ഇങ്ങനെ നിർത്ത് മറിച്ച് നോക്കിയല്ലോ ശരിയാണോ, മീശ റെഡി ആയിട്ടിരിക്കുകയാണോ, മുടി റെഡി ആയിട്ടിരിക്കുകയാണോ, ആ ഓക്കെ മടക്കി വെച്ച് ആരും അറിയത്തുമില്ല, ഇവരങ്ങ് ശ്രദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സ്ത്രീജനങ്ങളും ഇത് ഒരു വലിയ അടിമത്വമായി മാറിയിരിക്കുകയാണ്. സ്വന്തം രൂപത്തോടുള്ള അമിതമായ ഭ്രമം ആ ഉൾക്കാഴ്ചയെ മറയ്ക്കും. ആ ലോകമോഹം വർദ്ധിച്ചിടുമ്പോൾ ആത്മനാഥനെ ഹൃദയത്തിൽ കാണാതെയാകും. ഇത് നശ്വരമായതിനെ നശ്വരമായതായിട്ടും ശാശ്വതമായതിനെ ശാശ്വതമായിട്ടും അറിയാനുള്ള
അറിവാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. ശാശ്വതമായതിനെ ശാശ്വതമായിട്ട് അറിയാനുള്ള അറിവാണ് നമ്മളിൽ ഈ ഉണ്ടാവേണ്ടത്. ഏറ്റവും കൂടുതൽ അറിയേണ്ട ശാശ്വതമായതിനെ, ഏറ്റവും കൂടുതൽ അറിയേണ്ട ശാശ്വതമായ, ഏറ്റവും കരുതേണ്ട ശാശ്വതമായതിനെ ഏറ്റവും കരുതേണ്ട ശാശ്വതമായ യാതൊരു ചിന്തയുമില്ലാതെയാണ് പലരും ജീവിച്ചു പോകുന്നത്. യാതൊരു ചിന്തയില്ലാതെയാണ് പലരും ജീവിച്ചു പോകുന്നത്. പക്ഷേ ഇതിന് വേറെ നിർവാഹമില്ലല്ലോ. പക്ഷേ ഇതിന് വേറെ നിർവാഹം, ഏതിന്? ഈ ശാശ്വത വസ്തുവിന് ശാശ്വത വസ്തുവിന് വേറെ നിർവാഹമൊന്നുമില്ല. വേറെ നിർവാഹം. ഈ ആള് ചിന്തിച്ചാലും ചിന്തിച്ചില്ലേലും കൂടെ ജീവിച്ചേ മതിയാവും. ഇയാൾ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും കൂടെ അല്ല, ദൈവം നിയോഗിച്ച അത്രയും സമയം ഈ ശരീരത്തിനുള്ളിൽ ആത്മാവ് ജീവിച്ചേ മതിയാവും. ദൈവം നിയോഗിച്ച അത്രയും സമയം ഈ ശരീരത്തിനുള്ളിൽ ആത്മാവ് ജീവിച്ചേ ആ ജീവിക്കുന്ന സമയപരിധിക്കുള്ളിൽ ആ ജീവിക്കുന്ന സമയം ആ യഥാർത്ഥ രൂപത്തിലേക്ക് ആത്മാവ് ഉയർന്നു വരണമെങ്കിൽ ആ യഥാർത്ഥ രൂപത്തിലേക്ക് ആത്മാവ് ഉയർന്നു വരണമെങ്കിൽ ആത്മാവ് ഈ ശാശ്വത വസ്തുവിനെ തിരിച്ചറിയണം. ആത്മാവ് ഈ ശാശ്വത വസ്തുവിനെ അതിന്റെ ഇഷ്ടത്തിനായി കർമ്മങ്ങളൊക്കെ ക്രമീകരിക്കണം. അതിന്റെ ഇഷ്ടത്തിനായി കർമ്മങ്ങളൊക്കെ ക്രമീകരിക്കണം. ആ ക്രമീകരണം നടത്തുവാൻ വേണ്ടിയാണ് നമുക്ക് ഈ നിയമങ്ങളെല്ലാം തന്നിരിക്കുന്നത്. ആ ക്രമീകരണങ്ങൾ നടത്തുവാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഇപ്പൊ നിയമങ്ങളൊക്കെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ കൂടി ആത്മീയ വളർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. നമ്മളിൽ കൂടി ആത്മീയ വളർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ശുഭാനന്ദാശ്രമത്തിന്റെ പ്രത്യേകത. അതാണ് ശുഭാനന്ദാശ്രമത്തിന്റെ പ്രത്യേകത. ഈ നിയമം പാലിക്കുന്നവർക്ക് ഈ നിയമം പാലിക്കുന്നു. ഗുരുനാഥൻ അറിയിച്ചിരിക്കുന്നു, ഇന്ന നിയമം പാലിക്കണം. ഗുരുനാഥൻ അറിയിച്ചിരിക്കുന്നു നിയമം പാലിക്കണം. അങ്ങനെ കൃത്യബോധത്തോടുകൂടി ആരെല്ലാം നിയമം പാലിക്കുന്നു അങ്ങനെ കൃത്യബോധത്തോടുകൂടി ആരെല്ലാം അവരിൽ അവര് പോലും അറിയാതെ ഈ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ അവര് പോലും അറിയാതെ ഈ വളർച്ച ഉണ്ടായി. കാരണം അതിന്റെ തത്വം അതാണ്. അതിന്റെ തത്വം സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് ആത്മാവിന് ഉയർച്ച ഉണ്ടാകുന്നത്. സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് ആത്മാവിൽ ഉയർച്ച ഉണ്ടാകുന്നത്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആത്മാവിന്റെ വളർച്ച ആത്മാവിന്റെ വളർച്ച നിരന്തരമായി കർമ്മങ്ങൾ ഏർപ്പെടുമ്പോ സത്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഈശ്വരൻ നിയോഗിച്ചിരിക്കുന്ന നിയമങ്ങളാകയാൽ അതിന്റെ പേര് സൽക്കർമ്മം എന്ന് തന്നെയാണ്. ആ സൽക്കർമ്മം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ പോലും അറിയാതെ ആത്മാവ് നിങ്ങളിൽ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ദൈവം ഈ പ്രയാസപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഓരോ തിരുശരീരങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്. ഓരോ ശരീരവാഴ്ചയിലും അനേകങ്ങളെ ലോകത്തിൽ നിന്ന് കണ്ടെടുക്കുകയും ഈ നിയമത്തെ അവരിലേക്ക് കൊടുക്കുകയും അതിൽ കൂടി അവരെ വഴി നടത്തുകയും ഉന്നതമായ പരമഭാഗ്യം അവരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഓരോരോ തിരുവുടലുകളിൽ കൂടി വീണ്ടെടുക്കപ്പെട്ടവരാണ് ഈ ഇരിക്കുന്ന ഓരോരുത്തരും. അതുകൊണ്ട് ഒരു കാലത്തും ഗുരുവിനെ മറന്നു പോകരുത്, ഗുരു കർമ്മങ്ങളെ മറന്നു പോകരുത്. ഉന്നതമാകുന്ന ഈ മഹാകർമ്മങ്ങൾ സ്വന്തം ജീവനെ പോലെ കരുതിക്കൊണ്ട് ഓരോരുത്തരും ഏറ്റെടുത്ത് പ്രവർത്തിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി തീരും. ദൈവ ഇഷ്ടം ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ ഭാഗ്യവാൻ, ദൈവ ഇഷ്ടം ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ ഭാഗ്യവതി. ദൈവ ഇഷ്ടം ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ ദൈവ ഇഷ്ടം ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ ഭാഗ്യവതി. ദൈവവാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ ഹൃദയം ഒരുക്കുക എന്നുള്ളതാണ് ഒരു ജന്മം കൊണ്ട് ഒരു മർത്യൻ പൂർത്തിയാക്കേണ്ടത്. അങ്ങനെ ഒരുക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഉന്നതമായ 12 വെള്ളിയാഴ്ചയുടെ 10ാമത് വെള്ളിയാഴ്ചയും കഴിഞ്ഞ് അതിന്റെ ആ സുഗന്ധം, ചൈതന്യം, ശക്തി, ആനന്ദം ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ
അവസ്ഥയിൽ ഉന്നതമായതിന്റെ സമാപനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഉന്നതമായതിന്റെ മഹാസമാപനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ലോകം മുഴുവനുള്ള നമ്മുടെ സന്താനങ്ങൾ ലോകം മുഴുവനുള്ള ഭഗവത് സന്താനങ്ങൾ അവരവരുടെ കഴിവനുസരിച്ച് ഓരോരുത്തരും എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുകയാണ്. അവരവരുടെ കഴിവനുസരിച്ച് ഓരോരുത്തരും എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പറയാൻ കാരണം എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ആഗ്രഹം സന്നിധാനത്തിൽ എത്തണമെന്നും തീർത്ഥാടനത്തിൽ പങ്കെടുക്കണമെന്നും ഒക്കെ. സന്നിധാനത്തിൽ എത്തണമെന്നും തീർത്ഥാടനത്തിൽ പങ്കെടുക്കണം. എന്നാൽ ചില കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ചില ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അവരുടെ സ്വാതന്ത്ര്യത്തിന് ലീവ് എടുക്കുവാനോ സഞ്ചരിക്കുവാനോ ഒന്നും നിർവാഹമില്ല. അവരുടെ സ്വാതന്ത്ര്യത്തിന് ലീവ് എടുക്കാനോ സഞ്ചരിക്കുവാനോ നിർവാഹമില്ല. അവർക്കാണ് ഏറ്റവും വലിയ ദുഃഖം. അവർക്കാണ് ഏറ്റവും വലിയ അല്ല, വ്രതമെടുത്തു ഗുരുവുമ്പാ കൊണ്ടുവന്നൊന്നും സമർപ്പിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ നാട്ടിൽ ജീവിക്കുന്നവർ എത്രയോ ഭാഗ്യമുള്ളവരാണ്. ഈ നാട്ടിൽ ജീവിക്കുന്നവർ എത്രയോ ഭാഗ്യമുള്ളവരാണ്. അവരവരുടെ ദിവസം തിരഞ്ഞെടുത്ത് സന്തോഷമായി കൊണ്ടുവന്ന് ഇരുമുടിക്കെട്ട് സമർപ്പിച്ച് വ്രതം സമർപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. അവരവരുടെ ദിവസം തിരഞ്ഞെടുത്ത് സന്തോഷമായി വന്ന് തൃപ്പാദങ്ങളിൽ ഇരുമുടിക്കെട്ടുകൾ അർപ്പിച്ച് വ്രതം സമർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ്. ഈശ്വരൻ തരുന്ന മഹാഭാഗ്യങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നന്ദിപ്പെടുക. ഈശ്വരൻ തരുന്ന മഹാഭാഗ്യങ്ങളെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നമ്മൾ നന്ദിപ്പെടുക. അതോടൊപ്പം വരാൻ നിർവാഹമില്ലാതിരിക്കുന്നവരിൽ ഈ ആനന്ദം എത്തിക്കണേ എന്ന് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. എന്നാലും കഴിയുന്നിടത്തോളം ആളുകൾ വന്നു ചേരുവാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ സന്താനങ്ങൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് UAE-യിൽ ഇരുമുടിക്കെട്ട് നിറയ്ക്കുകയാണ്. അതുപോലെ അങ്ങനെ തുടർന്ന് ഓരോ ദിവസങ്ങളിലായ കർമ്മങ്ങൾ അങ്ങനെ തുടങ്ങും. ഓരോ സ്ഥലങ്ങളിലും ഓരോ ശാഖാശ്രമങ്ങളിലും ആ കർമ്മങ്ങളൊക്കെ അങ്ങനെ പൂർത്തീകരിച്ച് ഉന്നതമായ നിലയിൽ ഉള്ളുംപുറവുമായി ഒരുങ്ങി മഹാതീർത്ഥാടനം ആനന്ദമായി അനുഭവിക്കുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളെ അറിയിച്ചതുപോലെ ഈ സന്നിധാനത്തിൽ ഉള്ളുംപുറവുമായി നടക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ നേതൃത്വം കൊടുക്കുവാനും നിർവഹിക്കുവാനും അതിൻ്റെതായ അനുയോജ്യമായ ആളുകൾ സ്വയം തയ്യാറായി ഇവിടെ എത്തിച്ചേരുകയാണ് പതിവ്. അങ്ങനെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം എത്രയും വേഗം അതിൻ്റെ പേര് വിവരങ്ങൾ ഓഫീസിൽ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട വിധത്തിൽ അതിനെ വിന്യസിപ്പിക്കുവാനുള്ള ഒരു സമയപരിധി കിട്ടും. അല്ല, അന്നേരം ഇങ്ങോട്ട് വരുമ്പോ എവിടെ നിർത്തണം എങ്ങനെ നിർത്തണം എന്നൊക്കെ ഒരു അങ്കലാപ്പായി പോകും. നേരത്തെ ആലോചിച്ച് ഇന്ന ഭാഗത്ത് ഇത്ര പേര് ആവശ്യമുണ്ട് എന്ന് തീരുമാനിച്ച് അങ്ങ് വിട്ടുകഴിഞ്ഞാൽ അപ്പോൾ സ്വസ്ഥമായിട്ട് അവർക്കും അതിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുകയും ചെയ്യും. ആ വിധത്തിൽ ഓരോ കർമ്മങ്ങളും ഒരുക്കപ്പെടുവാനും നടത്തപ്പെടുവാനും സർവശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി തയ്യാറായിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ എത്രയും വേഗം അവരവരുടെ പേര് വിവരങ്ങൾ ഓഫീസിൽ എത്തിക്കുക. ഉള്ളും പുറവുമായി ഓരോരുത്തരും ഒരുക്കപ്പെടുക. സന്നിധാനത്തിൽ വന്ന് ഞാൻ ഇത്ര ദിവസം താമസിച്ച് ഇന്ന പോലെ ചെയ്തു എന്നൊരാളിനോട് പറയാനല്ല, എന്റെ ഗുരുവിന്റെ കാരുണ്യത്തിൽ നടക്കുന്ന കർമ്മത്തിൽ ഭാഗമാകേണ്ടത് എന്റെ കടമയാണെന്നുള്ള ബോധത്തോടുകൂടി വന്ന് കർമ്മം ചെയ്യാൻ വേണ്ടി പേര് കൊടുക്കുക. അതാണ് അതിന്റെ ശരിയെന്ന് ബോധ്യമുള്ളവരെല്ലാം ഒന്ന് കൈയുയർത്തി കണ്ടാക്കും. അങ്ങനെ തീരുമാനിക്കുന്ന എൻ്റെ ഭക്തന്മാരും ഭക്തകളും ഇത്രയും വേഗം പേര് കൊടുത്ത് അതിന് തയ്യാറാവുക. അതുപോലെ ശാഖാശ്രമങ്ങളിലൊക്കെ പല കാര്യങ്ങൾ ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒത്തുചേർന്ന് ഒരുക്കുക. യാതൊരു വിധത്തിലും ഒരു അഭിപ്രായ വ്യത്യാസം ഈ വ്രതകാലയളവിൽ ആർക്കും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല, ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുകയാണ്. കാരണം പല വിധത്തിലുള്ള ആളുകൾ വന്ന് നമ്മളോട് ബന്ധിച്ചോരോ കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അറിവില്ലാത്തവരും ആ കൂട്ടത്തിൽ ഉണ്ടാവും. അവരുടെ ആ സംസാരം കേട്ടിട്ടല്ലേ അവരുടെ അഭിപ്രായം കേട്ടിട്ട് ആവശ്യമില്ലാത്ത ചിന്താഗതികളിലേക്ക് പോകാതെ അറിവാകുന്ന ഗുരുനാഥൻ നമുക്ക്
നമുക്ക് തന്ന നിയമത്തെ പരിപൂർണമാക്കേണ്ടത് എൻ്റെ കടമയാണെന്നുള്ള ബോധത്തോടുകൂടി നിന്ന് ഓരോരുത്തരും കർമ്മം ചെയ്യുക. ആ ഗുരു എന്ന് പറയുന്നത് അറിവാണ്. അറിവും ഗുരുവും രണ്ടല്ല, അകതാരിങ്കൽ അറിയണം. അങ്ങനെ ഗുരുവിനെ അറിവായി കണ്ടുകൊണ്ടും അറിവിനെ ഗുരുവായി കണ്ടുകൊണ്ടും ജീവിക്കുന്ന പരമ്പരയാണ് ആത്മബോധോദയ സംഘത്തിലെ പരമ്പരകൾ. ആ ഓർമ്മയോടുകൂടി ആ ഓരോരുത്തരിൽ നിന്ന് പ്രവർത്തിക്കുക. എല്ലാം ഒരുക്കപ്പെടട്ടെ, ഉന്നതമായ എല്ലാം ഒരുക്കപ്പെടട്ടെ. ഉന്നതനാകുന്ന ഗുരുവിന്റെ ജ്ഞാനസാഗരത്തിലേക്കാണ് നമ്മൾ തീർത്ഥാടനം നടത്തുന്നത്. ആ മഹാസാഗരത്തിൽ ലയിച്ച് ആനന്ദിച്ച് ആനന്ദം നിറച്ചെടുത്തുകൊണ്ട് ഭവനങ്ങളിലേക്ക് പോകുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉന്നതനായ ഗുരുവിന്റെ വാഴ്ച എപ്പോഴും കാണുന്നു നാഥ, ഞങ്ങൾ എപ്പോഴും കാണുന്നു നാഥ. ഗുരുവിന്റെ വാഴ്ച എപ്പോഴും കാണുന്നു നാഥ, ഞങ്ങൾ എപ്പോഴും കാണുന്നു നാഥ.
സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ എപ്പോഴും സച്ചിന്തയോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു ഗുരുവിന്റെ സ്ഥിരവാഴ്ച അനുഭവമാകും. ഗുരുവിന്റെ തിരുവാഴ്ച അനുഭവമാകും. അവിടെയാണ് വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടുന്നത്. അവിടെയാണ് വിശ്വാസത്തിൽ ഇപ്പൊ ഉറപ്പിക്കുന്നത്. വിശ്വാസികളാക്കുവാൻ വേണ്ടിയാണ് വിശ്വനാഥനാകുന്ന ദൈവം ഈ കർമ്മങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് വിശ്വനാഥനാകുന്ന ദൈവം ഈ കർമ്മങ്ങളൊക്കെ ഓരോ കർമ്മങ്ങളിലും ജീവിത പ്രാരാബ്ധങ്ങൾ നോക്കിയാൽ ഒരിക്കലും ഈ കർമ്മങ്ങളിലേക്ക് എങ്ങും വരാൻ ആർക്കും പറ്റുകയില്ല. കാരണം ഇപ്പോ ഭവനങ്ങളിൽ നിരവധിയായ കാര്യപരിപാടികൾ അവരവർ തന്നെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കാര്യവുമില്ലാതെ ഭവനത്തിൽ നിൽക്കുന്ന ചില ആളുകളെ ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അദ്ദേഹത്തെ ഇന്ന പോലൊരു കാര്യത്തിന് അയക്കാമെന്ന് വിചാരിച്ച് വിളിച്ചാൽ അപ്പോഴാ ഒരറ്റത്തുനിന്ന് ഇങ്ങനെ ഒരു ചാർത്തങ്ങ് ഇറക്കും. ചാർത്തിറക്കാന്ന് പറഞ്ഞാൽ ഈ പെരയുടെ സൈഡിൽ ഇറക്കുന്ന ചാർത്തല്ല, ഇങ്ങനെ ലേഖനം എഴുതുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും പ്രാരാബ്ധങ്ങളും ഒക്കെ എഴുതി അങ്ങനെ അങ്ങ് വായിക്കും. എന്നാ അയ്യോ വേണ്ട ഒരു കാരണവശാലും വേണ്ട, പൊക്കോ വീട്ടിലോട്ട് പൊക്കോ, അതെല്ലാം നടക്കട്ടെ എന്ന് പറയത്തക്ക വിധം അങ്ങ് വർണ്ണിക്കും. അതാണ് ഇപ്പോഴത്തെ ജീവിത വ്യവസ്ഥ. അങ്ങനെ ചിന്തിച്ചാൽ ഒരു കാരണവശാലും ഈ കർമ്മങ്ങൾ വന്ന് ബന്ധപ്പെടുവാൻ ആർക്കും കഴിയില്ല. ഇതൊക്കെ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, സന്നിധാനത്തിൽ തീർത്ഥാടനം നടക്കുക, എനിക്ക് അവിടെ പോയി ഇച്ചിരി കർമ്മം ചെയ്യാം എന്ന് തീരുമാനിച്ചങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന പല ആളുകളും ഉണ്ട്. ആ ആളുകൾ ഇവിടെ വന്ന് എന്നോട് പറയുന്ന അനുഭവം എന്താണെന്ന് അറിയുമോ? എനിക്ക് ഇന്നലെ ഇന്ന പോലൊരു സ്ഥലത്ത് പോകണമായിരുന്നു, നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു, ഞാൻ അതവിടെ ഇരിക്കട്ടെ പിന്നെങ്ങാനും ചെയ്യാന്ന് പറഞ്ഞ് വന്നു. എങ്ങനെയാണെന്നറിയത്തില്ല, അവിടെ പോയി കാണേണ്ട ആള് വീട്ടിൽ വന്നു, കാര്യങ്ങളെല്ലാം നടത്തി അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്. ഞാൻ അത് എന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി. ഓ എന്താ അതിശയമേ ദൈവത്തിൻ വാഴ്ച ചിന്തിച്ചാനന്ദമില്ല. പക്ഷെ ഇത് കേട്ട് ചെയ്യുന്നതിലല്ല, ആത്മാർപ്പണമായി ചെയ്യുന്നതിലാണ് ഈ ഫലം ഉണ്ടാകുന്നത്. ചില ആളുകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫോട്ടോ എടുത്ത് വാട്സപ്പ് ഇടാൻ വേണ്ടി കർമ്മം ചെയ്യരുത്, അതിന് ഫലം ഉണ്ടാവുകയില്ല. തിരുമുമ്പാകെ അർപ്പിക്കണം, തിരുമുൽ കാഴ്ച വയ്ക്കണം. ദൈവം ആത്മാവിൽ പ്രസാദിക്കുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തെ വീടുകളൊക്കെ ഫോട്ടോയിലെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാം കുടിലുകളാണ്, ഓല മടഞ്ഞുണ്ടാക്കുന്ന കുടിലുകൾ. ആ കുടിലിന്റെ വാതിലെന്ന് പറയുന്നതും 2 ഓല ജാരിയുള്ളതായിരിക്കും. ഒരു ഓല മടഞ്ഞ് അങ്ങോട്ടും ഒരു ഓല മടഞ്ഞ് ഇങ്ങോട്ടും വെച്ച് നടുക്കൂടെ ഒരു പുളിയും വെക്കുമ്പോൾ ഒരു വാതിലായി. ഇപ്പൊ ഓരോരുത്തര് തേക്ക് തിരക്കി നടക്കുകയാണ്. നിലമ്പൂര് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏറ്റവും നല്ല തേക്ക് എവിടെ കിട്ടുന്നത്? ഞാൻ നിലമ്പൂര് പോയിരിക്കുകയാണ്, 4 ലക്ഷം രൂപ ഒരു തേക്കിന് പറഞ്ഞിട്ടുണ്ട്. കിട്ടുമെന്ന് തോന്നുന്നില്ല, പിന്നെ നോക്കട്ടെ. എന്തുവാ വീടിന്റെ വാതിലുണ്ടാക്കാൻ? അന്ന് എന്തുവാ വാതില്? ഈ 2 മടൽ ഓലയാ. ഈ ഓല വെച്ച് അടച്ചിരിക്കുന്ന ഈ വാതില് അതിന്റെ തന്നെ ഒരു തുമ്പ് മറ്റേടത്തോടെ ഒന്ന് കെട്ടും. എന്തിനാന്നറിയോ? പൂച്ച അങ്ങ് തള്ളി കയറുന്നത്, അത്രേ ഉള്ളു കാര്യം. ആകെയുള്ള ഒരു വലിയ വിഭവം ഉണ്ട് വീട്ടില്, മിക്കവാറും വീടുകളിൽ അതേ ഉള്ളൂ. അത് ഈ പൂച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അപ്പൊ അത് എതിലേക്കൂടെങ്കിലും ഇത് അതിനകത്ത് കയറും. അതിന് ഒരു ഉറി കെട്ടി, ഓല കൊണ്ട് തന്നെ ഒരു സാധനമാണ് ഉറി. അത് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയില്ല. ഒരു 4
ഓലക്കാല് നിർത്തി ഒരു 4 എണ്ണം കട്ട് ചെയ്തെടുക്കും. 4 ഓലക്കാലിൽ നിന്ന് 4 എണ്ണം എന്നിട്ട് അത് പരസ്പരം മെടഞ്ഞ് ഉറി പോലൊരു സാധനം ഉണ്ടാക്കും. അങ്ങനെ പരസ്പരം മെടഞ്ഞ് അതിൻ്റെ അടിയിൽ ഒരു കെട്ട് കെട്ടും. അതിന്റെ അടിയിൽ ഒരു കെട്ട്. അതിനകത്തോട്ട് കലം എടുത്ത് വെച്ച് മേളിലോട്ട് അങ്ങ് തൂക്കിക്കഴിഞ്ഞാൽ താഴെ മുട്ടത്തില്ല. അതിന്റെ അടുത്ത് ഒരുവിധപ്പെട്ട പൂച്ചയൊന്നും ഇതിനകത്ത് കയറത്തില്ല. ഒരുവിധപ്പെട്ട പൂച്ച അവിടെയും കയറുന്ന സൈസൊക്കെ ഉണ്ടായിരുന്നാ പറയും. അപ്പോൾ ആളുകൾ കാര്യമൊക്കെ കഴിഞ്ഞെങ്കിൽ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ചട്ടിയും കല്ലും കൂടെ താണ്ട താഴെ കിടക്കുന്നു. ചട്ടി മാത്രമേ കാണുള്ളൂ, അതിനകത്തുള്ളതെല്ലാം അവനെ കടിച്ചോണ്ട് പോകും. അങ്ങനെയുള്ള കാലത്ത് ഈ വാതില് ചാരി അതിനകത്ത് കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കിയിട്ട്, എന്റെ ദൈവമേ കുഞ്ഞിനെ ഞാൻ ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് വരികയാണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് വരും. പകലല്ല, രാത്രിയിൽ. ഇന്ന് രാത്രിയിലെ ഒത്തുകൂടാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് ആ പദവല്ലേ അതിന് ഉപയോഗിക്കാൻ പറ്റൂ. കാരണം ഇന്നത്തെ അമ്മമാർക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഓ, എന്തെല്ലാം കരുതലോടുകൂടിയാണ് ഓരോരുത്തരും കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. പ്രസവിച്ച് താഴോട്ട് വരുന്നതിന് മുമ്പ് എന്തെല്ലാം സാധനങ്ങൾ വീട്ടിലൊരു മുറി നിറച്ചങ്ങ് വാങ്ങിച്ചിടും. കാരണം കുഞ്ഞിന് വേണ്ടി കരുതുന്നതാണ്. എന്നിട്ട് അതിനകത്ത് പിന്നെ രാവിലെ ഒരെണ്ണം, വൈകിട്ട് ഒരെണ്ണം, ഉച്ചയ്ക്ക് ഒരെണ്ണം എന്ന് വേണ്ട എന്തെല്ലാം ഒരുക്കങ്ങളാ കുഞ്ഞിന് ചെയ്യുന്നത്. ഇത് വല്ലോ ഇത് അറിയുന്നുണ്ടോ? ഈ കുഞ്ഞ് ഇത് വല്ലോ അറിയുന്നുണ്ടോ? അതിന് ഇതിനകത്ത് കിടന്നിട്ട് ചൂടെടുത്തിട്ട് അത് കിടന്നുകൊണ്ട് കീറോ എന്ന് കരച്ചില്ല. എന്നിട്ട് അതിനെ പൊക്കിക്കൊണ്ട് വരും. ഇതങ്ങ് എപ്പോഴും അങ്ങ് കരച്ചിലാൻ പറ്റി. ഞാൻ പറയാം, ആദ്യം ഇട്ടിരിക്കുന്ന അങ്ങ് മാറ്റ്. പലരോടും പറഞ്ഞിട്ടുണ്ട്, ഇട്ടിരിക്കുന്ന അങ്ങ് ഊര്, അതിനൊന്ന് കാറ്റ് കയറട്ടെ. അത് കാറ്റും വെളിച്ചവും ഇല്ലാതെ കുഞ്ഞുങ്ങൾ അങ്ങനെ വളരും. അപ്പൊ ആ വിധത്തിൽ കരുതുന്ന കരുതൽ അന്നുണ്ടായിരുന്നില്ല. അന്നത്തെ ഏറ്റവും വലിയ ഉപകരണമാണ് പാള. ആ പാളയ്ക്കകത്ത് ആ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതും കിടത്തുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള കാലത്ത് ആ ചെറ്റക്കുടലിനുള്ളിൽ കുഞ്ഞുങ്ങളെ കിടത്തിയിട്ട് മാതാപിതാക്കൾ പോകുവാണ് ഭഗവാനെ കാണാൻ. ശരണം ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ. തിരുവടിപാദമടിയനു ശരണം, ശരണം ശരണം ഭഗവാനേ. ശരണം ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ. തിരുവടിപാദമടിയനു
അതിമധുരം തന്നതിമധുരം എൻ ഗുരുവിൻ തിരുമൊഴി കേൾക്കുമ്പോൾ ആശ്വാസക്കാറ്റെന്നിൽ നിറയും തിരുമൊഴി ഒന്നു കേൾക്കുമ്പോൾ അതിമധുരം തന്നതിമധുരം എൻ ഗുരുവിൻ തിരുമൊഴി കേൾക്കുമ്പോൾ അതിമധുരം തന്നതിമധുരം എൻ ഗുരുവിൻ തിരുമൊഴി കേൾക്കുമ്പോൾ ആശ്വാസക്കാറ്റെന്നിൽ നിറയും തിരുമൊഴി ഒന്നു കേൾക്കുമ്പോൾ അന്ധകാരാഗ്നിയിൽ ഞാൻ വെന്തരിയുന്ന നേരത്ത് അന്ധകാരാഗ്നിയിൽ ഞാൻ വെന്തരിയുന്ന നേരത്ത് അന്ധകാരാഗ്നിയിൽ ഞാൻ വെന്തരിയുന്ന നേരത്ത് കാരുണ്യത്തിൻ കടലെ അങ്ങേ കാണുന്നതെന്താനന്ദം അന്ധകാരാഗ്നിയിൽ ഞാൻ വെന്തരിയുന്ന നേരത്ത് കാരുണ്യത്തിൻ കടലെ അങ്ങേ കാണുന്നതെന്താനന്ദമോ കാരുണ്യത്തിൻ കടലെ അങ്ങേ കാണുന്നതെന്താനന്ദമോ ആനന്ദം പരമാനന്ദം എൻ ഗുരുവിൻ ദർശനമാനന്ദമോ 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 ആനന്ദം പരമാനന്ദം എൻ ഗുരുവിൻ തിരുമൊഴി ആനന്ദമോ ആനന്ദം പരമാനന്ദം എൻ ഗുരുവിൻ ദർശനമാനന്ദമോ ആനന്ദം പരമാനന്ദം എൻ ഗുരുവിൻ തിരുമൊഴി ആനന്ദമോ ഉന്നതമാകുന്ന ആഗ്രഹത്തോടുകൂടി എല്ലാം ഉപേക്ഷിച്ച് ഗുരുവിനെ കാണാൻ വരുന്ന ഗുരുകർമ്മങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന സന്താനങ്ങൾ അന്നുണ്ടായിരുന്നു. ഇന്നും അങ്ങനെയുള്ളവരുണ്ട്. അവരെ മറന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. എത്രയോ സന്താനങ്ങൾ ആ വിധത്തിൽ ഇവിടെ വന്ന് ഓരോ കർമ്മങ്ങൾ ബന്ധിക്കുന്നുണ്ട്. സ്വന്തമായി നിർമ്മിച്ച വലിയ കെട്ടിടവും അതിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും കുടുംബവും സന്താനവും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നമ്മുടെ ആത്മദീപവും ഇവിടെ വന്ന് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യും. അതുപോലെ അനേകങ്ങളുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് ഞാനിപ്പോ പറയുന്നില്ല. കൂടുതൽ പരിഹാസവും എതിർപ്പും ഒക്കെ ഏറ്റുവാങ്ങുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ ആത്മദീപത്തെ എൻ്റെ ഹൃദയത്തിൽ ഓർക്കുന്നത്, നിങ്ങളോട് പറയുന്നത്. കാരണം ഈ പരിഹാസം നിങ്ങളും കേൾക്കുന്നുണ്ടാവുമല്ലോ. നിങ്ങളുടെ ഉള്ളിലും ബഹുവിധ ചിന്തകൾ ഉണ്ടാകുന്നുണ്ടാകുമല്ലോ. അതൊക്കെ ഒഴിവാക്കി ഗുരു കർമ്മങ്ങൾ ഏറ്റെടുത്ത് കർമ്മിക്കുന്നവരോടുകൂടി ഗുരു വാഴുന്നു എന്ന സത്യം അറിഞ്ഞ് നിങ്ങളും കൂടുതൽ ഗുരുകർമ്മങ്ങളിലേക്ക് ബന്ധിക്കുക. വാഴട്ടെ ഗുരുനാഥൻ ഓരോ ഹൃദയത്തിലും. ഓരോ ഹൃദയവും ആത്മദീപമായി ഉയരട്ടെ. ആത്മപ്രഭാകരനെ ഗുരുവര ആത്മപ്രഭാകരനെ
എല്ലാവരും തയ്യാറായി എത്തിച്ചേരുക. ഉന്നതമായ കർമ്മങ്ങളിൽ ബന്ധിക്കുവാൻ എല്ലാവരും തയ്യാറായി. ഉന്നതമായ നിലയിൽ മഹാതീർത്ഥാടനം നടത്തപ്പെടട്ടെ. ഉന്നതമായ നിലയിൽ മഹാതീർത്ഥാടനം നടത്തപ്പെടട്ടെ. നാളെ തൃശ്ശൂർ ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. നാളെ തൃശ്ശൂർ ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. മറ്റന്നാൾ ശൂരവക്കാണി ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. മറ്റന്നാൾ ശൂരവക്കാണി ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 20-ാം തീയതി കന്യാകുമാരി വെള്ളാങ്കോട് ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 20-ാം തീയതി കന്യാകുമാരി വെള്ളാങ്കോട് ശാഖാശ്രമത്തിന്റെ എല്ലാം ഉന്നതമായി ജഗദീശ്വരൻ നടത്തുമാറാകട്ടെ. ഉന്നതമായ ഈ ആരാധനയിൽ വന്ന് ബന്ധിച്ചിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാനിതാ ദർശിക്കുകയാണ്. എല്ലാ നേർച്ച കാഴ്ചകളും ഞാനിതാ സ്വീകരിക്കുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നേ ദിവസം സത്യം സ്വീകരിച്ച് ആദർശത്തോട് ബന്ധിച്ചിരിക്കുന്ന എന്റെ ഓമന മിത്രങ്ങളെ ഈ സത്യത്തിൽ കൂടി ജീവിച്ച് ഉന്നതമായ നിത്യാനന്ദത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമാകുന്ന നമ്മുടെ മഹാഗോപുരം അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിച്ച് കാണുവാൻ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടുകൂടി എന്നാളും കരുതണമേ എന്ന് പ്രാർത്ഥിക്കാം. രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ കർമ്മങ്ങളിലും ബന്ധിക്കുകയും അതിനുവേണ്ടി പലവിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന എല്ലാ സന്താനങ്ങളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആ ഉന്നതമായി നടത്തപ്പെട്ട കൊല്ലം ശാഖാശ്രമ വാർഷികം എത്രയോ ദിനങ്ങളായതിനുള്ള ഒരുക്കങ്ങളായിരുന്നു. അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ട ഓരോ കർമ്മങ്ങളും അതിനുവേണ്ടി പ്രവർത്തിച്ചവരും എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സുഖമില്ലാതെ കഴിയുന്ന ഗുണധർമ്മിണി അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അവിടെ പ്രവർത്തിച്ചിരുന്ന പൂർവ്വസൂരികളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴായി വന്നതിന്റെ കർമ്മങ്ങൾ ഓർമ്മിപ്പിക്കുകയും ഇവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോ തിരുശരീര വാഴ്ച പ്രകാരം അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചപ്പോ 3ഉം 4ഉം 5ഉം ഒക്കെ പറഞ്ഞു. 1ഉം 2ഉം പറഞ്ഞില്ല. അപ്പൊ ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, അത് മറന്നു പോകരുത്. 1ാം ശരീരത്തിൽ ഇരിക്കുമ്പോൾ കാൽനടയായിട്ടാണ് കൊല്ലത്തൂടി സഞ്ചരിച്ചത്. 2ാം ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആ തൃക്കരം കൊണ്ടാണ് ശിലാസ്ഥാപനം നടത്തിയത്. അങ്ങനെ ഭാഗ്യമേറിയ ഒരു സ്ഥലമാണ് കൊല്ലം. ആ ഭാഗ്യമേറിയ സ്ഥലത്ത് ആ ശിലാസ്ഥാപനം ചെയ്ത കാലയളവിൽ ജന്മം കൊടുത്തതാണ് നമ്മുടെ ആത്മദീപത്തിന്. അവിടെ നിന്ന് കണ്ടെടുത്താണ് ഈ കർമ്മത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പലവിധ മേന്മകൾ അവിടെ നിലവിലുണ്ട്. അതിനെ അനുഭവിക്കുവാൻ തക്കവിധം ഹൃദയം ഒരുക്കിക്കൊണ്ട് നിങ്ങൾ ഒത്തൊരുമിച്ച് ജീവിക്കുക. ഉന്നതമായ അടുത്ത വർഷവും നടത്തപ്പെടുമാറാകട്ടെ. ഭക്തജനങ്ങൾ വർദ്ധിച്ചു വരുമാറാകട്ടെ. എല്ലാ ശത്രുദോഷങ്ങളും അസ്തമിക്കുമാറാകട്ടെ. മഹാശക്തി ഇവിടെ നിറഞ്ഞ് കളിയാടുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവം നിങ്ങൾക്കായി ലോകത്തിൽ പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. ശാന്തി സ്വരൂപനായി, ശാശ്വതാനന്ദരൂപനായി, ഭക്തവത്സലനായി, കരുണാനിധിയായി, പ്രത്യക്ഷ ദൈവമായി എന്നും ലോകത്തിൽ വാഴുമാറാകട്ടെ. ഉദിച്ച് ദൈവശക്തി വാധിച്ച് മായയെല്ലാം ഉദിച്ച് ഉദിച്ച് ദൈവശക്തി വാധിച്ച് മായയെല്ലാം Udice